ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ കൊച്ചു കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീക്ക് തന്ന അള്ളാഹുവിനെ ആദ്യം ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവികളോട് പെരുമാറുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മുത്തുനബി നടന്നു പോകുന്ന വഴിയിൽ എന്നും ഒരു സ്ത്രീ ചവറുകൾ വാരി മുത്തുനബിയുടെ ദേഹത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. ദേഹത്ത് വീഴുന്ന ചവറുകൾ തട്ടി നീക്കി അവരെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് മുത്തുനബി തൻ്റെ യാത്ര തുടർന്നു. ഇതൊരു സ്ഥിരമായി മാറി. ഒരു ദിവസം മുത്തുനബി നടന്നു പോയപ്പോൾ മുത്തുനബിയുടെ ദേഹത്തേക്ക് ചവറുകൾ വാരിയെറിയുന്ന സ്ത്രീയെ കണ്ടില്ല. മുത്തുനബി അവരെ കുറിച്ച് അന്വേഷിച്ചു. അവർ രോഗം ബാധിച്ച് കിടക്കുകയാണെന്ന് അറിയാനിടയായി. മുത്തുനബി അവരുടെ വീട്ടിലോട്ട് പോയി രോഗസന്ദർശനം നടത്തി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ആ സ്ത്രീ മുത്തുനബിയെ നോക്കി പൊട്ടിക്കരഞ്ഞു. താൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും തന്നോട് കരുണ കാണിച്ച മുത്തുനബിയോട് അവർ മാപ്പപേക്ഷിച്ചു. അവിടെ വെച്ച് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. പ്രിയരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുത്തുനബി എത്ര വലിയ സ്വഭാവത്തിനുടമയാണെന്ന്. നാഥൻ മുത്തുനബിയുടെ ചര്യ പിൻപറ്റി നമ്മയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.